ക്യാമ്പിലെ തമ്മിൽ തല്ല് കുട്ടിക്കളിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്നാൽ ക്യാമ്പിൽ അക്രമം നടന്നുവെന്ന് വി.ഡി. സതീശന്റെ സ്ഥിരീകരണം. അതേസമയം ക്യാമ്പിലുണ്ടായത് ഗുരുതര അച്ചടക്ക ലംഘനമെന്ന അന്വേഷണ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ട്. സംഘർഷത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് കെ.പി.സി.സി നേതൃത്വം. കൈരളി ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ വ്യാജമാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം. ഈ ദൃശ്യങ്ങൾ നിഷേധിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുക. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഏതാണ് ദൃശ്യം? ഞാൻ ഇതുവരെ അത്തരത്തിലുള്ള ഒരു ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഇവിടെ നടന്ന ദൃശ്യങ്ങളാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. കൈരളിയോട് 2 ചോദ്യം. ഞാൻ നൃത്തം വയ്ക്കുന്നു എന്ന് പറയുന്ന, നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്ന വിഷ്വല് ഇന്നലത്തേതാണോ, ഇന്നത്തേതാണോ, മിനിങ്ങാന്നത്തേതാണോ? അത് ചോരത്തുള്ളികൾ ഉണ്ടായത് അത് ഇന്നലത്തെ വിഷ്വലുകളല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ്. ചോര ചിന്തുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ദാറ്റ് ഈസ് മൈ ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ. പക്ഷേ അലോഷ്യയുടെ വാദം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണത്തോടെ പൊളിഞ്ഞു. ക്യാമ്പിലെ തമ്മിൽ തല്ല് കുട്ടിക്കളിയാണെന്ന് പ്രതികരിച്ച വി.ഡി. സതീശൻ ചോരപ്പാട് ക്യാമ്പിനുള്ളിലെ ദൃശ്യങ്ങൾ തന്നെയെന്ന് സമ്മതിച്ചു. അല്ലല്ല, അതെന്താണ്, ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം. കുട്ടികൾ തമ്മിലുള്ള പിള്ളേരല്ലേ, ചെറിയ പ്രായമല്ലേ, നമ്മുടെ പ്രായമല്ലല്ലോ. അവർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അവരന്വേഷിച്ച് KSU പ്രസിഡന്റ് NSU കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് വെച്ച് നമുക്ക് നോക്കാം. ഈ കൈ ചില്ലുമ ഗ്ലാസുമ തൊട്ടിട്ട് ചോര ചീന്തിയാണ്, തട്ടിക്കൂത്തിയൊന്നുമല്ല. ചോര ചീന്തിയെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോകും, പേടിച്ചു പോകാതെ. അതേസമയം ക്യാമ്പിലുണ്ടായത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നാണ് അന്വേഷണ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ട്. സംഘർഷത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. KPCC നിയോഗിച്ച 3-അംഗ അന്വേഷണ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ട് കെ. സുധാകരന് കൈമാറി. തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണം. KPCC അധ്യക്ഷനെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചില്ല. ഇതിലും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോട് വിശദീകരണം തേടുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.